ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മധുരം കൂടി ചേർക്കാം ആവശ്യത്തിനുള്ളത്. അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 1 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെയും അതുപോലെ തന്നെ എഗ്ഗിൻ്റെയും ഒക്കെ അളവിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് അങ്ങ് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടി. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. ചെറിയൊരു ലൂസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി മീതെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഓരോ ബോൾസ് ആയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികം പൊടിയിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ കുറച്ച് നെയ്യുള്ളതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മീതെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇത് 2 സൈഡിൽ നിന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിന് മീതെ വീണ്ടും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. നല്ല ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ കനത്തിൽ പരത്തിയെടുക്കാം. നന്നായിട്ട് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്പസമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിൽ ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പൊന്തി വരും. ഇതിവിടെ കുക്കായിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പരത്തി അതേ സമയം തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാനും ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ തട്ട് ദോശയുടെ റെസിപ്പി ഇട്ടിരുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ദോശ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുദോശയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മീൻകറിയുടെ റെസിപ്പിയും കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാം. പഴം ചേർത്തുകൊണ്ട് അധികം മധുരമൊന്നും ഉണ്ടാവില്ല. ഒരു നേരിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മധുരം കൂടിയും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല സ്വാദാണ് കഴിക്കാൻ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നിറയെ ലെയേഴ്സൊക്കെ വന്നിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.